പെരുന്നാളായതുകൊണ്ട് തന്നെ 4 മണിക്ക് ഞാൻ അലാറം വെച്ച് എണീറ്റു കേട്ടോ. എണീറ്റ് പിന്നെ ഒരു കട്ടനൊക്കെ കുടിച്ചു. ഇമ്മച്ചും കുഞ്ഞാമ്മൊക്കെ 3:30 ആയപ്പോഴേക്ക് എണീറ്റു കേട്ടോ. ഓരൊക്കെ ഫുഡ് ഉണ്ടാക്കാനുള്ള തിരക്കിലാണ്. പുളിഞ്ചി കൊണ്ട് വേണ്ട, പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള കഞ്ഞി വെച്ച് കുക്കറിൽ വെച്ചാണ്. ബിരിയാണിക്കുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുഞ്ഞാമ്മ പായസത്തിനുള്ള സേമി മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്ക് ഞാൻ വേഗം പോയി അടിച്ചു വരാൻ തുടങ്ങി. കുട്ടികളൊക്കെ എണീറ്റ് വരുമ്പോഴേക്ക് ഞങ്ങളെ പരിപാടികൾ തീർക്കണം, അതാണ് ടാർഗറ്റ്. അങ്ങനെ ഞാൻ അടിച്ചുവരിക്കൊണ്ടിരിക്കുന്നു. ഉമ്മച്ചി പിന്നെ ബിരിയാണിക്കുള്ള മസാല സെറ്റായിക്കൊണ്ട് കേട്ടോ. ബീഫും ഉണ്ട് ചിക്കനും ഉണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കുക എന്താ 2 മസാല എന്ന് കേട്ടോ. ബീഫ് പറ്റാത്തവരൊക്കെ ഉണ്ടാവും. അതായത് ഉപ്പച്ചിൻ്റെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ അവർക്ക് ചിലർക്കൊന്നും ബീഫ് പറ്റൂല. അപ്പോൾ അവർക്ക് ചിക്കൻ വേറെ ഉണ്ടാക്കുന്നതാട്ടോ. പിന്നെ പുളിഞ്ചൊക്കെ ഏകദേശം സെറ്റായി വന്നു കേട്ടോ. ഇതിനൊക്കെ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ മസാലയൊക്കെ വെച്ച് സെറ്റാക്കിക്കണം കേട്ടോ. ഇത് ആദ്യം വയറ്റാറൊന്നുമില്ല, ഉമ്മച്ചി ഇങ്ങനെ വയ്ക്കൽ. അടിച്ചുവാരലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തുടക്കാൻ നിന്നു കേട്ടോ. ഓരോരുത്തർ എണീറ്റ് വരുമ്പോഴേക്ക് അടിച്ചുവാരലും തുടക്കലൊക്കെ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നടത്തം ഒഴിവാക്കുക. നോർമൽ ഡേയ്സിലും ഞങ്ങൾ അടിച്ചുവാരലും തുടക്കലും മറ്റ് രാവിലത്തെ പരിപാടികളൊക്കെ 8 മണിയാകുമ്പോഴേക്ക് തീരും കേട്ടോ. അപ്പോഴേക്കും എല്ലാവരും കുളിയും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ 8-9 മണിൻ്റെ ഉള്ളിൽ ഫുഡും കഴിക്കാനിരിക്കും. ഇപ്പച്ചും സനൊക്കെ ഉറങ്ങാം കേട്ടോ. അവരൊക്കെ ലേറ്റായിട്ടാണ് എത്തിയത്. ഇപ്പച്ചൊക്കെ 2 മണി 3 മണിയൊക്കെ ആയിക്കാണും എത്തിയപ്പോൾ. ഇക്ക വന്നിട്ടില്ല. ഇക്ക നേരം വെളുക്കും എത്താൻ. കുറേ കസ്റ്റമേഴ്സ് ഇനിയും വെയിറ്റിംഗ് ആണെന്ന് വിളിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇക്ക ഏകദേശം നേരം വെളുക്കും എത്താൻ. അതൊക്കെ കഴിഞ്ഞ് ഉമ്മച്ചി ഫുഡ് സെറ്റായിക്കൊണ്ടിരിക്കുക കേട്ടോ. നെയ്ച്ചോറാക്കി വെച്ചിട്ട് പിന്നെ ദമ്മിടലാണ്. അപ്പോൾ ഉമ്മച്ചി ചോറ് ഊറ്റിക്കൊണ്ടിരിക്കുകയാണ്. ബിരിയാണി പല നാട്ടിലും പല മാതിരിയല്ല വെക്കുക. എൻ്റെ വീട്ടിൽ ഇങ്ങനെയല്ല കേട്ടോ. ഉമ്മച്ചി അവിടെ ഉമ്മച്ചി ചിക്കനും മസാലകളൊക്കെ ആദ്യം വഴറ്റിയതിന് ശേഷം ചോറ് പിന്നെയാണ് ദമ്മിടുക. ഉമ്മച്ചി എല്ലാം ഇവിടെയാണ് നേരെ മറിച്ച് കേട്ടോ. എല്ലാം കൂടെ ഒരുമിച്ചാണ് ചെയ്യുക. പക്ഷെ ഇവിടുത്തെ ഉമ്മച്ചീൻ്റെ ബിരിയാണി വേറൊരു വൈബ് ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ബിരിയാണിൻ്റെ അവസാനഘട്ട പരിപാടിയിലാട്ടോ ഉമ്മച്ചി. ഉമ്മച്ചി അധികം സൺഫ്ലവർ ഓയിലാട്ടോ യൂസ് ചെയ്യുക. അങ്ങനെ നമ്മൾ ദമ്മിടൽ ഏകദേശം ഫിനിഷായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ ഞങ്ങൾ പുറത്താട്ടോ അടുപ്പ് വെച്ചിട്ടുള്ളത്, അകത്ത് വയ്ക്കാറില്ല. പുറത്തടുപ്പ് കുറച്ചായിട്ടുള്ളൂ ഉണ്ടാക്കിയിട്ട്. പുറത്തടുപ്പത്താണ് ഇപ്പം ഫുഡ് ഉണ്ടാക്കുന്നത്. പിന്നെ കുട്ടികൾക്കുള്ള വെള്ളം കേട്ടോ, കുളിപ്പിക്കാനുള്ള വെള്ളമാണ് ചൂടാക്കുന്നത്. അങ്ങനെ ആ പരിപാടികൾ ഇവിടെ നിൽക്കുകയാണ്. അപ്പോഴേക്ക് ഞാൻ എൻ്റെ പരിപാടികൾ തീർക്കാം കേട്ടോ. ഏകദേശം തുടച്ച് തീരാനായി. പിന്നെ അപ്പോഴാണ് പത്രക്കാർ വന്ന് ഓണടിച്ച്. പിന്നെ പത്രം എടുത്തുകൊണ്ട് വന്ന്. എമ്പുരാൻ എന്തായാലും കത്തിക്കൊണ്ടിരിക്കുകയല്ലേ, ഒരു തീ പാറും. അതൊക്കെ പോട്ടെ. തുടക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ഉമ്മച്ചി ബിരിയാണി ചെമ്പ് അടുപ്പത്ത് വയ്ക്കാൻ പോവുകയാണ്. അങ്ങനെ ബിരിയാണി ചെമ്പ് അടുപ്പത്ത് വെച്ചു. പിന്നെ അതിന് മുകളിൽ ഇപ്പം ഉമ്മച്ചി കനലുകൾ വെക്കും. ഇതൊക്കെ ഒരു ടാലൻ്റ് കേട്ടോ. കൈയൊക്കെ പൊള്ളാതെ നോക്കണം കേട്ടോ. ആദ്യമായിട്ട് ഉണ്ടാക്കണവർ ഇന്നിപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ
ഇതുള്ളിലൊരു പ്രഷർ കൊടുക്കാനാണ് തോന്നുന്നു കേട്ടോ അങ്ങനെ വയ്ക്കണേ. അങ്ങനെ കനലൊക്കെ വെച്ച് അതിൻ്റെ മേലെ വെച്ചൊരു ചെറിയൊരു അമ്മിക്കുട്ടി വെച്ചിരുന്നു കേട്ടോ, ഒരു വെയിറ്റിന്. അങ്ങനെ അതവിടെ കിടന്ന് വെന്തോളും. പിന്നെ ഞാൻ പോയി കുറച്ച് തൈര് ഉണ്ടാക്കാം കേട്ടോ. ഉള്ളിയും സംഭവങ്ങളൊക്കെ ക്യാരറ്റും ഒക്കെ നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്നു. അപ്പം ഇനി തൈര് ഒഴിച്ച് ഉപ്പിടാനും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ബിരിയാണിക്ക് ഈ തൈരും അതുപോലെ പുളിയിഞ്ചിയും തേങ്ങ വെച്ചിട്ട് ചമ്മന്തി അരക്കും, അത്ര തന്നെ ഉണ്ടാകാറുള്ളൂ കേട്ടോ. പിന്നെ അതിക്ക് ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ട്, ചിക്കൻ ഫ്രൈയും ബീഫ് വരട്ടിയതൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തപ്പോഴേ സ്ലോ മോഷൻ ആയിപ്പോയോ എന്നൊരു ഡൗട്ടുണ്ട്. വീഡിയോ കുറച്ച് സ്ലോ ആയി. ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കേൾക്കണ സൗണ്ട് കുഞ്ഞാമ്മ തിരുമ്പ കേട്ടോ, അലക്കണ സൗണ്ട് കേട്ടോ കേൾക്കണം. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ അമ്മച്ചി പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ, പായസം വറുത്തുകൊണ്ടിരിക്കുക, സേമിയ വറുത്തുകൊണ്ടിരിക്കുകയാണ്. സമയം ഏകദേശം 5:45 ആയി കാണും. ഇക്കനെ കാണാനായിട്ട് പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി നേരം വെളുത്തിട്ടില്ല കേട്ടോ. മുന്നിലെ വീട്ടിലുള്ളവരൊക്കെ എണീറ്റ് വന്നിട്ട് പള്ളി പോവാൻ, ഒരു ക്രിസ്ത്യൻസ് ആട്ടോ. അപ്പം ഞാൻ എങ്ങനെ ഇവിടെ നോക്കിയാൽ ഇക്കനെ കാണാം കേട്ടോ. ഷോപ്പിൽ ഇപ്പോഴും വിളിച്ചിട്ടുണ്ട്, ആളും ഉണ്ട് കേട്ടോ, ആളും തിരക്കൊക്കെ ഉണ്ട്. ഏകദേശം 7 മണി വരെയൊക്കെ നല്ല തിരക്കുണ്ടാവും. പള്ളി ഇപ്പോൾ കട അടിച്ച് വരുന്നവരും യാത്ര പോയവരും അങ്ങനത്തെ ഉള്ളവരൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ നേരം വെളുക്കോളം മിക്കൊക്കെ പണി ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കുളിക്കാൻ പോയി. ഞാനിന്ന് കുളിച്ചിറങ്ങിയപ്പോഴേക്ക് നേരം വെളുത്തു ഗൈസ്. അപ്പോഴേക്ക് 6 മണിക്ക് ആയിക്കണം കേട്ടോ. ഞാൻ വേഗം ഇതുണ്ടാക്കി സുബഹി നിസ്കരിച്ചു. കുട്ടികളൊന്നും എണീറ്റിട്ടില്ല, ഓരൊക്കെ നല്ല ഉറക്കാണ്, മിണ്ടാതെ വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ കുട്ടികൾക്കൊക്കെ പള്ളിയിൽ പോകാൻ ഇടാനുള്ള ഡ്രസ്സുകളൊക്കെ സെറ്റാക്കി വെച്ചിട്ടോ. അവരെണീറ്റാൽ പിന്നെ കുളിപ്പിച്ച് മാറ്റിച്ചു കൊടുത്താൽ മതി. പിന്നെ ഞാൻ അവരെണീറ്റു പാടം ഫുഡൊക്കെ കൊടുത്തു, വേഗം ഫുഡ് കൊടുത്തു. ആല കഴിച്ചു, ഉട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിച്ചുകൊണ്ടിരുന്നു. ഞാൻ ആലക്ക് വേഗം കൊടുത്തു, അവളൊരു പത്തിരിക കഴിച്ചു. ഉട്ടുവിന് എങ്ങനെയൊക്കെയോ ഞാൻ കൊടുത്തു. പിന്നെ ഇക്ക വന്നപ്പോൾ ഇക്കക്ക് ഞാൻ ചായ കൊടുത്തു. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. പിന്നെ കുട്ടികളൊക്കെ കുളിപ്പിച്ചു, അലക്കാനുള്ള ഡ്രസ്സുകളൊക്കെ മെഷീനിലിട്ടു. പിന്നെ ഓരോരുത്തരായിട്ട് മാറ്റിച്ചുകൊണ്ടിരിക്കുക കേട്ടോ, എല്ലാവരും മാറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഡ്രസ്സ് ഓളെന്നെ സെലക്ട് ചെയ്താൽ കേട്ടോ. ഇത് ഇട്ട് നോക്കിയിട്ട് പിന്നെ ആൾ അവിടുന്ന് അയക്കാൻ സമ്മതിച്ചില്ല, വേറൊരു ഡ്രസ്സും മാറ്റി നോക്കാനൊന്നും സമ്മതിച്ചില്ല. ഒരു കൊറിയൻ ഡ്രസ്സാണ് തോന്നുന്നുണ്ടത്. എനിക്ക് അവൾക്ക് കംഫർട്ടബിൾ ആവില്ലല്ലോ എന്നുള്ള തോട്ടേ നിൽക്ക്. പക്ഷെ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കണത്, അവൾ ഓക്കെ ആയിരുന്നു. സാധാരണ നോർമലി കുറച്ചൊക്കെ ഹെവിയുള്ള ഉടുപ്പ് പോലും അവൾ ഇടാറില്ലായിരുന്നു. പക്ഷെ ഇതെന്താ പറ്റിയെന്ന് എനിക്കറിയില്ല, അവൾക്ക് നല്ല ഇഷ്ടമായിരിക്കണത്. ഇക്കും ഇത് മതി നീന്നു. അങ്ങനെ ഫൈനലി ഇതന്നെ വാങ്ങി. പിന്നെ ഓളെ മാറ്റിച്ച് പിന്നെ ഞാനും മാറ്റാൻ നിന്നു. പിന്നെ സനു ഉട്ടുവിനെ മാറ്റിക്കേട്ടോ. ഉട്ടുവിൻ്റെ കോസ്റ്റ്യൂം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അവൻ്റെ പാൻറ്റ് നല്ല ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ബാഗി ടൈപ്പ് അല്ല, കുറച്ചും കൂടി ലൂസായിട്ടുള്ള ഒരു പാൻറ്റ്. പിന്നെ എൻ്റെ കോസ്റ്റ്യൂം സെലക്ട് ചെയ്തത് സനു കേട്ടോ. മെച്ചിക്ക് വരാൻ പറ്റാത്തതുകൊണ്ടാണ് സനു ഞാനിക്കും പോയിട്ടാണ് സെലക്ട് ചെയ്തത്. അതും എനിക്കിഷ്ടമായി. അങ്ങനെ 7:30 മണിയൊക്കെ ആയപ്പോഴേക്ക് എല്ലാവരും മാറ്റി ഒരുങ്ങിട്ടോ. അപ്പോൾ നമ്മൾ പള്ളിയിൽ പോവാൻ റെഡി ആയി നിൽക്കണേ. അല്ലേ സനിയ? ഉട്ടാ ഈ ഒന്നെടുത്തോ, ഉട്ടാ ഒന്നെടുത്താ? കാക്ക കളിപ്പിലാണ്, ഇപ്പച്ചും കൊണ്ടുപോകാതെ പോയിന്. ഞങ്ങളൊക്കെ മാറ്റി പഠിക്കാനും കാത്തിക്കാണ്, ഇക്ക വന്നിട്ടുമില്ല.
കുളിക്കാൻ ഇപ്പോഴും. അപ്പം നിസ്കാരം തുടങ്ങും. ആലക്ക് സങ്കടമുള്ള വള കാണില്ലല്ലോ എന്നാട്ടോ. പിന്നെ ഇക്ക വരെ നേരം വയ്ക്കിയതുകൊണ്ട് തന്നെ ഇമ്മച്ചിനെ കൊണ്ടാക്കി ഇപ്പച്ചി തിരിച്ചു വന്നിട്ടോ. ഞങ്ങൾ പിന്നെ ഇപ്പച്ചിൻ്റെ കൂടെയിട്ടാണ് പോയത്. ഞങ്ങളെത്തിയ പോയിക്ക് തെക്ക് ബീറലയിലൊക്കെ തുടങ്ങിയിരുന്നു കേട്ടോ. നിസ്കാരം തുടങ്ങിയിട്ടൊന്നുമില്ലായിരുന്നു. പിന്നെ ഞാൻ വേഗം പോയി ഒന്നെടുത്ത് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഒരു നീണ്ട പ്രഭാഷണം ഉണ്ടാവും കേട്ടോ. ചിലവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിക്കാരം, ചിലവർക്ക് ബോറടിക്കാനും ചാൻസ് ഉണ്ടാവാതില്ല അതില്ല. കാരണം ഫാസിസവും മതേതരത്വമൊക്കെ അങ്ങനത്തെ ദേശീയ ഇഷ്യൂസുകളൊക്കെ കാര്യം പ്രഭാഷണത്തിൽ ഉണ്ടാവാം കേട്ടോ. പിന്നെ ആല അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്ക് ബോറടിച്ചപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. എല്ലാവരുമായിട്ടും മിങ്കിളാവാൻ തുടങ്ങി. എല്ലാവരും ഓളെ കളിപ്പിച്ചുകൊണ്ടിരിക്കണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ മിഠായി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മിഠായി കിട്ടിയിട്ട് സന്തോഷം കേട്ടോ. ആലിൻ്റെ മുഖത്ത് എല്ലാവർക്കും മിഠായി ഉണ്ട്. ചിലപ്പോൾ പായസം കിട്ടും, അങ്ങനെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടും. അങ്ങനെ പിന്നെ ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോവാട്ടോ. ഞാൻ കുഞ്ഞാമിസാനും നടന്നാ പോയത് കേട്ടോ. ഉമ്മച്ചി ഇപ്പച്ചും കുട്ടികളെയും കൊണ്ട് വണ്ടിമ്മലും പോയി. പിന്നെ വീട്ടിലെത്തിയിട്ട് ഫുഡ് കഴിച്ചു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പക്ഷേ എനിക്കതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. ബിക്കോസ് സാനി എൻ്റെ ഫോണും കൊണ്ട് ഓനും ഫ്രണ്ട്സൊക്കെ ഫോട്ടോ എടുക്കാൻ പുറത്തേക്ക് പോയി കേട്ടോ. അപ്പോൾ പിന്നെ വീഡിയോസൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓരോ ഫോട്ടോസും വീഡിയോസും തന്നെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. സാനു വിഷമിയടാ. അങ്ങനെ ഓല പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒരു ഫോൺ കൊടുന്നപ്പോൾ ഉച്ചയ്ക്കണം കേട്ടോ. അപ്പോഴത്തേനും ഇപ്പച്ചിൻ്റെ ഫ്രണ്ട്സും ഒക്കെ വന്നിരുന്നു കേട്ടോ. ഓരില്ലാത്ത പെരുന്നാൾ അമ്മക്കില്ല കേട്ടോ. പിന്നെ അമ്മച്ചി ആലക്ക് ഫുഡ് കൊടുക്കുകയാണ്. കുട്ടികളുടെ ഫുഡിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് അമ്മച്ചിക്കില്ല കേട്ടോ, അത് പക്കയാണ്. പിന്നെ എനിക്ക് ഭയങ്കര ചുമയാണ്, ചുമയും ജലദോഷമൊക്കെ പിടിച്ചോളൂ. അപ്പോൾ ചുക്കാപ്പി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ഇക്ക വന്നപ്പോൾ പിന്നെ ഈദുംബാർക്ക് നേടിയൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കൊടുക്കുന്നു. അത് ഭയങ്കര ചോക്ലേറ്റ് ആയിരുന്നു, എനിക്കെല്ലാം ഇഷ്ടമായി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള പുഡിങ് കൊടുന്നിരുന്നു, അത് എനിക്കെല്ലാം ഇഷ്ടമായില്ല. പിന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഞങ്ങളെ പെരുന്നാൾ. ഞങ്ങൾ പൊതുവെ പെരുന്നാൾ ദിവസം എവിടേക്കും പോകാറില്ല. ഇക്കയും ഇപ്പൊക്കെ ഭയങ്കര ഉറക്കന്നെ ഇക്കാരം. പക്ഷേ വീട്ടിൽ രാവിലെ മുതൽ രാത്രി വരെ ഗസ്റ്റുകൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ പെരുന്നാൾ വിശേഷങ്ങൾ. അപ്പോൾ ഓക്കെ, ബൈ.